ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. നമുക്കാദ്യം 3 കാര്യങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിച്ചിട്ട് യൂണിവേഴ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ലെറ്റർ എഴുതിയിട്ട് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങട്ടെ. ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് എഴുതാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചം നമുക്ക് സ്റ്റാർ ഇടാം. പ്രപഞ്ചം നമുക്ക് ആവശ്യമുള്ളത് തരും, അല്ലേ? അത് വിശ്വസിക്കുക. എന്നിട്ട് എന്താ വേണ്ടത്? ആഗ്രഹിക്കുന്ന തരും. എപ്പോൾ തരും? അർഹമായ സമയത്ത്. എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം, അറിവ്. പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിച്ചാൽ മാത്രം മതി. എന്ത് ലഭിക്കാനാണ്? നമുക്ക് ആവശ്യമായത് നമ്മളിലേക്ക് നേടാനായിട്ട്. ആവശ്യമായത് നമ്മളിലേക്ക് നേടാൻ ആയിട്ട് എന്ത് കിട്ടുക? ഊർജം ലഭിക്കാൻ. പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം വിശ്വസിച്ചാൽ മാത്രം മതി. ആവശ്യമായത് നമ്മളിലേക്ക് നേടാനായിട്ട് ഊർജം ലഭിക്കുക. ഓക്കെ. അത് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ലാസ്റ്റ് നമുക്ക് എഴുതാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് പ്രപഞ്ചത്തിന് ഒരു പദ്ധതി ഉണ്ട്. ഒരു പദ്ധതി പ്രപഞ്ചത്തിനുണ്ട്. പ്രപഞ്ചത്തിന് ഉണ്ട്. ഓക്കെ. അതെങ്ങനെയാണ് നമ്മളിലേക്ക് കിട്ടുക? ആ പദ്ധതിക്ക് നെഗറ്റീവായിട്ടുള്ള എനർജീസും ഉണ്ട്, ഇല്ലേ? ആ പദ്ധതിക്ക് എന്ത്? ആ പദ്ധതിക്ക് ശരിയായ മാർഗം, ഒരുക്കുവാനായിട്ട് നെഗറ്റീവ് എനർജിയെ എന്ത് ചെയ്യണം? നീക്കം ചെയ്തതിന് ഇനിയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? താങ്ക് യു യൂണിവേഴ്സ്. 3 പ്രാവശ്യം എഴുതണേ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതി വയ്ക്കുന്നത്. കാണുന്നുണ്ടോ? ഒന്നാമത്തെ, പ്രപഞ്ചം നമുക്ക് ആവശ്യമുള്ളത്
തരുമെന്ന് വിശ്വസിക്കുന്നു. അർഹമായ സമയത്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത്തേത്, പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം വിശ്വസിച്ചാൽ മാത്രം മതി ആവശ്യമായത് നമ്മളിലേക്ക് നേടാനായിട്ട്, ഊർജം ലഭിക്കാനായിട്ട്. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഊർജം നമുക്ക് ലഭിക്കും. ആ ഊർജം തന്നതിനാണ് നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയേണ്ടത്. അതിന് നമ്മൾ താങ്ക് യു പറയണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതി പ്രപഞ്ചത്തിനുണ്ട്. ആ പദ്ധതിക്ക് ശരിയായ മാർഗം ഒരുക്കുവാൻ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്തതിന് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം എഴുതിയത് ഞാനിവിടെ കണ്ടോ, ഒരു പേജിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് മൂന്നാമത്തെ ദിവസത്തെ എഴുതുന്നത്. ഓക്കെ, ഇത് മടക്കിയിട്ട് ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഡയറിയിൽ വയ്ക്കുന്നു. അതുപോലെ തന്നെ പേനയും എൻ്റെ ഡയറിയിൽ വയ്ക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഫ്രീ ആകുമ്പോൾ 21 പ്രാവശ്യം ഈ ഒരു കാര്യം എഴുതി വയ്ക്കുന്നതാണ്, ഡയറിയോട് വെക്കേണ്ടത്. ഇനിയാണ് നമ്മൾ റീഡിങ്ങിലേക്ക് പോകുന്നത്, പ്രപഞ്ചത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക തന്നെ എനിക്ക് പറയാനുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ അർഹമായ സമയത്തെ നമ്മളിലേക്ക് ദൈവം എത്തിക്കുള്ളൂ. ആ ഒരു കാര്യത്തെ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു സമയമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് മാറണം നമുക്ക്. അതിനാണ് നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അത് എടുത്തു പറയുകയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഓരോരുത്തരുടെയും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പേഴ്സണലായിട്ട് റീഡിങ്ങിന് വരുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരുപോലെയല്ല, വ്യത്യസ്തമായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പേർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ആഗ്രഹം നേടിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ ആഗ്രഹങ്ങൾ ഉണ്ടാവുക. പല ആൾക്കാരുണ്ട്, പലതരം ചിന്താഗതികൾ ഉള്ളവരുണ്ട്, പല പല ആവശ്യങ്ങൾ നേടാനുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്ന പോലെ ഈ എഴുതി വെക്കുന്ന കാര്യം 21 പ്രാവശ്യമാണ് എഴുതേണ്ടത്. ഡയറി വാങ്ങാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് വാങ്ങാം. ഡേ 1, ഡേ 2 എന്ന് എഴുതി വെക്കണം. ഡേ 1 തന്നെ 21 പ്രാവശ്യം 21 ടൈംസ് നിങ്ങൾ എഴുതണം. അത് സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് 21 തവണ നമ്മൾ എഴുതുമ്പോഴും 21 പ്രാവശ്യം നമ്മൾ എഴുതുമ്പോഴും അത് യൂണിവേഴ്സിൻ്റെ ചെവിയിൽ ഇങ്ങനെ എത്തും. യൂണിവേഴ്സ് അയ്യോ നമ്മുടെ പ്രാർത്ഥന അത്രയും ശക്തമാണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ എഫേർട്ട് എടുക്കാതെ നമ്മളിലേക്ക് ഒന്നും വരില്ല. ഓക്കെ, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തു കേട്ടോ, റീഡിങ് കാണുന്നുണ്ട് മാം, ഞാനിത് എഴുതി വയ്ക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഇപ്പം തന്നെ കാര്യങ്ങൾ സാധിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, 2 ദിവസമേ അവർ ചെയ്തിട്ടുള്ളൂ, ചേഞ്ചസ് വന്നവരുണ്ട്. അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസമാണ് വേണ്ടത്. എല്ലാം ലഭിച്ചതിനാണ് താങ്ക് യു പറയേണ്ടത്. എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടിയതുപോലെ നമ്മൾ കാണണം, വിഷ്വലൈസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ താങ്ക് യു പറയാനായിട്ട്. കാർഡ് ഷഫിൾ ചെയ്യാണ്. ഇവിടെ നമ്മൾ ഒറക്കൽ ഡെക്ക് ഇപ്പോൾ എടുക്കണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ മൂൺ അതിനുള്ളിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇന്ന് ഇപ്പോൾ ഇനി 2-3 ദിവസം കൂടി ഇല്ലേ, 1-ാം തീയതി മുതൽ നമ്മൾ ഒറക്കൽ ഡെക്ക് എടുക്കുന്നതാണ്. ഇപ്പോൾ ടാരോട്ട് കാർഡും നമ്മളുടെ എഴുതി വെച്ചിട്ടുള്ള പ്രയറുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നേക്ക് 3 ദിവസമായി. ഇവിടെ നിന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങും, ഇവിടെ നിന്ന് തന്നെ ഫലം കണ്ടു തുടങ്ങും. ഒരുപാട് പേർക്ക് മാറ്റം വരും. ഇന്ന് നിങ്ങൾ 21 പ്രാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ എഴുതുമ്പോൾ നെഗറ്റീവ് എനർജി റിമൂവ് ആവാനാണ് ഇന്ന് നമ്മൾ എഴുതി വയ്ക്കുന്നത്. ആ നെഗറ്റീവ് എനർജി റിമൂവ് ആവും. വിശ്വസിച്ചുകൊണ്ട് കാണുക, വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. ചേഞ്ചസ് നിങ്ങൾ അനുഭവിച്ചറിയുക. അത്രേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒരു കാർഡ് ഇവിടെ വീണിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ 8 ഓഫ് പെൻഡക്കിളാണ് റിവേഴ്സാണ് വീണിട്ടുള്ളത് കേട്ടോ.
നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന്. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എപ്പോഴും ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് ആവശ്യം, പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ആവശ്യം. ഒരു നെഗറ്റീവ് എനർജിക്ക് നമ്മളെ സ്പർശിക്കാനാവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവിടെയാണ് നമ്മളിലേക്ക് എല്ലാ അനുഗ്രഹം വരിക. ഓക്കെ, ഇന്നൊക്കെ റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആണ്, ലവേഴ്സ് റിവേഴ്സ് ആണ്, ടു ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആണ്, ജസ്റ്റിസ്, 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്, ഒരു ഫുൾ കാർഡും വന്നിട്ടുണ്ട്, 2 ഓഫ് വാൻസ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ 8 കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു കാർഡും കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യത്തെ കാർഡ് ഞാൻ പറഞ്ഞല്ലോ 8 ഓഫ് പെൻറ്റക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്, അത് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യാതെ ഷോർട്ട് കട്ടിലൂടെ വിജയിക്കാൻ നോക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, ഷോർട്ട് കട്ടാണ് അവർ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളാണ്. ഈ ഒരു ബന്ധം സ്റ്റക്കായി പോവാതെ നിലനിന്ന് പോകാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങളാണ്. ഇന്ന് നിങ്ങളും അവരും സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ആ ഒരു സെപ്പറേഷൻ വരാൻ കാരണം അവരാണ് എന്നും കാർഡ്സ് പറയുന്നു. ഇനി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഷോർട്ട് കട്ട് സ്വീകരിക്കുന്നത്, എളുപ്പമാർഗം സ്വീകരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ ഷോർട്ട് കട്ടാണ് അവർ സ്വീകരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഈ ഒരു ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. ഇന്ന് അവരാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിട്ടാണ് കാണിക്കുന്നത്. ഏതൊരു ബന്ധവും നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ തന്നെയാണ് അതിൽ മുൻപിൽ നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ എത്ര വാല്യൂ ഉണ്ടായിട്ടുണ്ടായില്ല, എന്നാൽ ഇന്ന് തിരിച്ചറിവ് വരുന്നുണ്ട്. അത് വരും കാർഡ്സിൽ ഞാൻ പറയാം. തിരിച്ചറിവ് വരുമ്പോൾ തന്നെയാണ് എളുപ്പമാർഗം നിങ്ങളെ കാണുവാനോ സംസാരിക്കുവാനോ നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് ഓക്കെ അവരാഗ്രഹിക്കുന്നത്. അവിടെയാണ് ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 3 ഓഫ് പെൻറ്റക്കിൾ ആണ്, അതും റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് 3 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് വന്നുകൊണ്ട് കാണിക്കുന്നത്. അവർക്ക് അവരുടെ കരിയറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കരിയറിൽ ചേഞ്ച് വരാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ കുറേ ഡിസിഷൻസിലേക്ക് എത്തുന്നുണ്ട്, തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് പ്രോഗ്രസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അവർക്ക് വർക്ക് ചെയ്യേണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണ്. അവർക്ക് മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പുതിയ ഒരു പ്ലേസുമായിട്ട്, പുതിയൊരു സ്ഥാപനവുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വ്യക്തികളുമായിട്ട് ഇടപെടാനായിട്ട് അവർക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഈഗോ ഉള്ളൊരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ പുതിയ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് അവർക്ക് അഡ്ജസ്റ്റ് ആവാനായിട്ട് ചെറിയ ഒരു പ്രശ്നം, ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്. അധികം ആയിട്ടുണ്ടാവില്ല, അവർ കരിയർ ചേഞ്ച് ആയിട്ട് അത് തന്നെയായിരിക്കാം ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ് ആവാനായിട്ടുള്ള ഒരു പ്രയാസത്തെയാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യമാണ്, കരിയർ പരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്, ഒരു സാഹചര്യത്തെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് കരിയറിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കമ്മ്യൂണിക്കേഷനിൽ ബ്രേക്ക് വന്നു എന്നാണ് പറയുന്നത്, ഒരു ഗ്യാപ്പ് വന്നു എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ഒരു സന്ദർഭം അവിടെ ഡിലേ ആണ് കാണിക്കുന്നത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് പോകുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്.
ഇവിടെ അവർക്ക് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നിങ്ങളെ സ്വീകരിക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. ഇവിടെ ഷോർട്ട് കട്ട് അവർ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനും അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തോ ഒരു ക്ലാഷ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ ഒരു ഇംബാലൻസിനെയാണ് കാർഡ് പറയുന്നത്. പാർട്ട്നേഴ്സിനെയാണ് പറയുന്നത്, ഇംബാലൻസിനെയാണ് പറയുന്നത്. ഇവിടെ ക്ഷമയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ക്ഷമയില്ലാതെ അവർ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ സെപ്പറേഷന് കാരണം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് കാരണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. സ്നേഹം ഇല്ല എന്നല്ല പറയുന്നത്, കുറേ നിബന്ധനകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അവരും നിങ്ങളും സംസാരിച്ച ഒരു നിമിഷത്തിൽ ഒരു ക്ലാഷ് വന്നിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾ ആണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ സ്ട്രെസ്സിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെയാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണോട് ആരെങ്കിലും, അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു കരിയർ ചേഞ്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് പല പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് കൊടുക്കാനായിട്ട് സാധിക്കാത്തത്. അതിലെ ഒരു വിഷമം ഇവർക്കും ആ ഒരു വ്യക്തികൾക്കും ഉണ്ടായിട്ടുണ്ട്. ആരാണോ ഇവരോട് ഫിനാൻഷ്യൽ പരമായിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ടുള്ളത് ആ വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനെ ഇവിടെ കാണിക്കുന്നു. ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് വന്നുകൊണ്ടാണ്. അവരുടെ കയ്യിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ പെട്ടെന്നത് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഒരു ബാലൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാവണം, പെട്ടെന്ന് ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം. അപ്പോൾ അവരുമായിട്ട് ചെറിയൊരു നീരസത്തിന് ഇടവന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ ടു ഓഫ് പെൻഡക്കിൾ കാർഡ് പറയുന്നത്. ഇവിടെ പെൻഡക്കിൾ കാർഡ്സ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നേരിടുന്ന അല്ലെങ്കിൽ അവരിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ടു ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്. ഇവർ കുറേ കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർക്കൊന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒരു ബാലൻസ് കിട്ടാത്ത അവസ്ഥയിലൂടെ ഇവർ പോകുന്നു എന്നാണ് പറയുന്നത്. ഹാർമണി പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്, നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ബാലൻസ് കിട്ടായ്മ തന്നെയാണ്. വളരെയേറെ ഒരു നെഗറ്റീവ് എനർജി അവരിലേക്ക് ഉണ്ടാവുകയാണ്. ക്ഷമയില്ലായ്മയും ഇവിടെ പറയുന്നുണ്ട്. അവരുടെ മനസ്സ് അവരുടെ കൺട്രോളിലല്ല എന്ന് പറയുന്നു. നിങ്ങളാണ് ഒരു ആശ്വാസമായിട്ട് അവർക്ക് എപ്പോഴും നിന്നിട്ടുള്ളത്. പല പ്രശ്നങ്ങൾ നേരിടുന്ന പല കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റീസാണ് കാണിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് വരിക പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ പോവുകയാണ്. ഇവിടെ ജസ്റ്റിസ് എന്നാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ജസ്റ്റിസ് കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വേദനിപ്പിച്ചതിനാലാണ് അവർക്ക് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുള്ളതെന്നാണ്. അവർക്കൊരു ആശ്വാസമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് നാച്ചുറൽ ലോ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കർമ്മ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. അവർ എന്താണോ ചെയ്തിട്ടുള്ളത്, അവർ ചെയ്ത തെറ്റിനെയാണ് യൂണിവേഴ്സ് ഇവിടെ ഒരു നീതിയായിട്ട് കാണിക്കുന്നത്, ജസ്റ്റിസ് ആയിട്ട് കാണിക്കുന്നത്. അത് അവരനുഭവിച്ചേ തീരൂ. നിങ്ങൾ അത്ര കണ്ട് അവർ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അതുപോലെ അവരെ സ്നേഹിച്ചിട്ടുള്ളത് അവർ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്തതുപോലെ നിന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കാണ് യൂണിവേഴ്സ് നീതി തരുന്നത്. നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട്, നിങ്ങളോട് ചെയ്ത തെറ്റ് അവർ നിങ്ങളോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഫോർഗീവ്നെസ് വരണം. നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും വേണം. ഇവിടെ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്ത തെറ്റു മൂലമാണ് ആ തിരിച്ചടി അവരിലേക്ക് വന്നിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടുന്നത് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിലേക്ക് വിസ്ഡം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ട്രൂത്ത് നിങ്ങളിലേക്ക് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു സത്യം നിങ്ങളിലേക്ക് അറിയാനായിട്ട് പോവുകയാണ്. നോക്കാം, നമുക്ക് യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. ഇവിടെ 4 ഓഫ് കപ്സ് കാർഡാണ്, നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ റിവേഴ്സാണ് കാർഡ് വന്നിട്ടുള്ളത്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ കൂടിയും കുറേയായി നിങ്ങൾ ചേസ് ചെയ്തു പോകുന്നു, കുറേയായി അവർക്ക് വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്.
നിങ്ങൾക്ക് വന്ന എല്ലാ നന്മകൾക്കും നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നുണ്ട്. അത് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾ ആദ്യമൊക്കെ അവരോട് പരാതിപ്പെട്ടിരുന്നു. അവർ കോൾ ചെയ്യാത്തതിന്, മെസ്സേജ് ചെയ്യാത്തതിന്, ഒരു ഗ്യാപ്പ് വന്നതിനൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പരാതിപ്പെട്ടിരുന്നു. അവർ നിങ്ങളുടെ മെസ്സേജും കോളൊക്കെ കണ്ടിട്ട് പോലും അവർ മൈൻഡ് ചെയ്യാതിരുന്നാലും കൂടി നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യും. സോറി കേട്ടോ, നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യും. പക്ഷേ അവർ യാതൊരു തരത്തിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പരാതി പോലെ പറയും, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും മെസ്സേജ് ചെയ്തല്ലേ, കാര്യങ്ങൾ ചെയ്തല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാത്ത, എന്നോട് മിണ്ടാത്തതെന്നൊക്കെ. എന്നാൽ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുത്തിരിക്കുകയാണ്. പരാതിപ്പെടാൻ പോവാറില്ല, പരിഭവം പറയാൻ പോവാറില്ല. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ട്, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുതന്നെയാണ് നിങ്ങളിലേക്ക് വരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുത്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ നിങ്ങളിലേക്ക് മാറ്റം വരുന്നത്. 2 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത് എന്താണ്? 2 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുള്ള മാറ്റത്തെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുകയാണ്. അവർ ദൂരെ ഇരുന്നു കൊണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മേക്കിംഗ് പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. ഈ ബന്ധത്തിൽ, ഈ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. പോസിബിലിറ്റീസ് ആണ്, ഹോപ്പാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വാണ്ടിനെ ഇപ്പോൾ അവർ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വന്നാൽ മാത്രമേ അവർ കംഫർട്ടായിട്ടുള്ളൊരു സ്റ്റേജിൽ എത്തുള്ളൂ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് സംഭവിക്കുകയുള്ളൂ. അവരുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ പോവുള്ളൂ എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. വെയിറ്റിംഗ് എനർജിയാണ്. ഇന്ന് നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ അഡ്വഞ്ചറായിട്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അഡ്വഞ്ചറായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ 3rd പേഴ്സൺ ഉണ്ട്. ആ ഒരു എനർജി മൂലമായിരിക്കണം ഇവർ നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുള്ളത്. പല പ്രശ്നങ്ങൾക്കും അവരൊരു കാരണമായിരിക്കണം. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളെ ഒത്തിരി അവർ ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ FBO, നിങ്ങളെ ഫോട്ടോസ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. കാർഡ്സ് ഈ ഒരു ബന്ധം എവിടെയും എൻഡായി പോവില്ല, പുതിയ തുടക്കത്തെ കാണിക്കുന്നു. ന്യൂ ബിഗിനിങ് എന്നാണ് പറയുന്നത്. അഡ്വഞ്ചറായിട്ട് അവർ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തുടങ്ങാൻ പോവുകയാണ്. 2026 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്കുള്ളതാണ്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട്, അവരാണ് തെറ്റ് ചെയ്ത് എന്നുള്ള തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ്? സക്സസ്സിലേക്ക് എത്താണ്. നിങ്ങൾക്കൊരു ബാലൻസ് തരാൻ പോവുകയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് കാർഡ്സിലൂടെ യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് എനർജീസ് ഉണ്ട്, നെഗറ്റീവ് പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ ഒരു കാര്യം, ആ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ 21 പ്രാവശ്യം നിങ്ങൾ എഴുതുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തികളിൽ നിന്നും റിമൂവായി പോവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പോയതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇവിടെ ഫുൾ കാർഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാധ്യമാവുകയുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാലിഡ് ആവുള്ളൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജിയല്ല, ഡിഫറെൻറ്റ് എനർജിയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പ്രവർത്തിക്കുക. നിങ്ങൾക്ക് പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തുടങ്ങാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്, അർഹമായ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്, യൂണിവേഴ്സിനോട് നന്ദി പറയേണ്ടത്. ഓക്കെ, ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.